അതിനൊക്കെ പഠിക്കുന്നതിന് പ്രാന്തെന്നല്ലേ പറയണ്ടേ? നിങ്ങൾ ഈ ആധുനിക വിഷയങ്ങളൊക്കെ പഠിച്ച് ഒരുപാട് ഡിഗ്രികളും ഒക്കെ സമ്പാദിച്ച് ലോകത്തിന്റെ നെറുകയിൽ അമർത്തിച്ചവിട്ടി ലോകമൊക്കെ വിജയിച്ചു വന്ന് അവസാനം ഈ വൈകി പോകുന്നതിനോടും അനിയത്തിയോടും ഒക്കെ ഞാൻ പറഞ്ഞു ഈ പ്രാന്ത് പഠിക്കാൻ പോലെന്ന്. ഇപ്പൊ അവരും പോയി തുടങ്ങിയിരിക്കുന്നു. ഈ ചെറുപ്പക്കാർ പിള്ളേരെ നോക്കി പറയുന്നുണ്ടാവും. എന്നിട്ട് അന്വേഷിച്ചാലേ അറിയുള്ളൂ. പറയുന്നുണ്ടാവുമെന്നാ എനിക്ക് തോന്നുന്നത്. നല്ല മനുഷ്യനായിരുന്നു, ഒരുമാതിരി നന്നായിട്ട് ജീവിച്ചുകൊണ്ടിരുന്ന ഒരു 10-20 കൊല്ലമായി കാണും, അല്ലെ ഒരു 10-25 കൊല്ലമായി കാണും. ആ നല്ല മനുഷ്യൻ ഈ ജിംനാമിഷനെന്നൊക്കെ പറഞ്ഞു കൂടി അവിടെ പോയി പഠിച്ച് ഇപ്പൊ ആകെ വഷളാകാനൊന്നുമില്ല. നല്ല ശിവരാമ ആര്യ തല കുലുക്കി. ശിവരാമൻ തല കുലുക്കിയില്ലെങ്കിൽ കുലുക്കിയതുകൊണ്ടാണെന്ന് ശരിയാ എഗ്രി ചെയ്തു. ഞങ്ങളുടെ സംസ്കാരത്തിൽ ഭാര്യ പകുതി ശരീരമാണ്, 50% ശരിയായി എന്നാ. അതെ, 50-50 അപ്പൊ 100% ആണ്. മാത്തമാറ്റിക്സും അങ്ങനെയാ പറയുന്നത്. എ ഡോർ ഹാഫ് ക്ലോസ്ഡ് ഈസ് ഈക്വൽ ടു ഹാഫ് ഓപ്പൺഡ്, ഹാഫ് ആൻഡ് ഹാഫ് ഗെറ്റിംഗ് ക്യാൻസൽഡ്, സോ ക്ലോസ്ഡ് ഈസ് ഈക്വൽ ടു ഓപ്പൺഡ്. കോമൺ ഫാക്ടർ പോകുമല്ലോ. ശിവരാമൻ അത് കുറെ കൂടെ തിരിച്ചിട്ട് ഇപ്പൊ പറഞ്ഞു. ശിവരാമൻ സമ്മതിക്കാൻ മാത്രമല്ല, ശിവരാമൻ പറഞ്ഞു മുമ്പ് നോർമലി അബ്നോർമലായിരുന്നു, ഇപ്പോൾ അബ്നോർമലി നോർമലാണ്. അതായത് ശിവരാമൻ പറഞ്ഞു നേരത്തെ ഞാൻ ജനങ്ങളെ പോലായിരുന്നു, ഐ ആം നോർമലി അബ്നോർമൽ, ബട്ട് നൗ ഐ ആം അബ്നോർമലി നോർമൽ. അതാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം പറയുന്നത് സൂവിനകത്ത് കിടക്കുമ്പോ സിംഹത്തിനും കാഴ്ചക്കാരനും ഇടയിൽ വലയാണ്, സിംഹത്തിനും കാഴ്ചക്കാരനും ഇടയിൽ വലയാണ്. സിംഹത്തിന്റെ ബോധം വലയില്ലാത്തതാണെങ്കിൽ വലയിൽ കാഴ്ചക്കാരനാണ് നിൽക്കുന്നതെന്നാണ് ഇപ്പൊ അദ്ദേഹം പറയുന്നത്. അപ്പോ ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ട് എണ്ണും പൊരുളൊടുക്കിയാൽ ഓരോന്നോരോന്നായിട്ട് ഈ വൃത്തി, ഇതിന്റെ പ്രക്രിയ വേണോ? ഇതം എന്ന വൃത്തി ആദ്യം ഉണ്ടാകുന്നു. ഇതെന്ത്? എത്ര പ്രായമായാലും നമ്മൾ നമ്മോടൊരു ചോദ്യം ചോദിക്കും, ഇതെന്താണ്, ഇതാരാണ്? പരസ്പരം കാണുമ്പോൾ ആദ്യം ഒരു ചോദ്യമുണ്ട്, ഇതാരാ? ഇത് നമ്മുടെ ഗോപാലനല്ലേ? അകത്തേക്കാണ് ചോദിക്കുന്നത്, ആരും കേൾക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഗോപാലനെ പോലെയെന്നുള്ളത് ഗോപാലനല്ല, ശങ്കരൻ തന്നെ. ഇതിനകത്തുമാണ് ചോദിക്കുന്നത്. ആ ഇതെന്ത് എന്ന ചോദ്യത്തിന് ചോദ്യ സമയത്ത് തന്നെ അനിർവചനീയ ഖ്യാതി ഓർമ്മ വന്നാൽ രക്ഷപ്പെട്ടു. അറിയില്ല. ബോധത്തെ ഇന്ദ്രിയങ്ങളിൽ പരിമിതപ്പെടുത്തി ഇതിന്നത് എന്ന് വന്നാൽ മനസ്സേറ്റെടുക്കും പടി. ആദ്യത്തെ കാഴ്ചയിൽ നല്ലത് ചീത്ത, നന്മ തിന്മ, വലുത് ചെറുത്, കുറിയത് നീണ്ടത്, ഇങ്ങനെ അനേകം ദ്വന്ദ്വങ്ങളുടെ സമീക്ഷകൾ അകത്തു നിന്നൊരു ബോധം ഓർമ്മപ്പെടുത്തി ഇന്ദ്രിയ പരിപ്രേക്ഷ്യത്തിലും മനസ്സിന്റെ വൃത്തിയിലും രൂപാന്തരപ്പെടുത്തുമ്പോൾ ഇത് വൃത്തിയാകാരമായി, മനോവൃത്തിയായി, വിഷയാകാരവൃത്തിയായി. ഇനി ആ വിഷയം വേണ്ട. അരമണിക്കൂർ തമ്മിൽ വർത്തമാനമൊക്കെ പറഞ്ഞു, കാണാൻ പിന്നെയെന്നൊക്കെ പറഞ്ഞു, വളരെ ലോഹ്യമായി. അയാൾ പോയി ലോഹ്യമൊക്കെ കണ്ട് അടുക്കിയിരുന്ന അയാൾ ചോദിച്ചു, നിങ്ങളൊന്നും അറിയോ? പിന്നെ ഇത്രയും തന്തയില്ലാത്ത ഒരുവൻ വർത്തമാനം പറഞ്ഞപ്പോ അങ്ങനെയല്ല തോന്നി, നിങ്ങൾ വളരെ സ്നേഹമാണെന്നൊക്കെയാണല്ലോ തോന്നി. പിന്നെ അത് ഞാൻ തൽക്കാലം അവനോട് അങ്ങനെ കാണിച്ചു എന്നല്ലേ ഉള്ളൂ, നിങ്ങൾക്ക് അറിയില്ല അവൻ ആരാണെന്ന്. ഈ അവൻ ഏതാണ്? ആദ്യത്തെ അവൻ ജാഗ്രത്തിൽ കാണുന്ന ഗോപാലനും ശങ്കരനും തമ്മിലുള്ള സംഭാഷണത്തിലെ ശങ്കരൻ മറഞ്ഞ് രാമനോട് പരിചയപ്പെടുത്തുന്ന താൻ കണ്ട ശങ്കരൻ ഏത് ശങ്കരനാ? എന്റെ മനസ്സല്ലേ? അല്ലേ? അപ്പൊ വിഷയാകാര വൃത്തി, മനോവൃത്തി, അതിൽ എന്റെ ബുദ്ധി ഭാവിയിൽ എനിക്കുണ്ടായേക്കാവുന്ന നഷ്ടങ്ങളും ഭൂതകാലത്തന്നെ നഷ്ടപ്പെടുത്തിയിട്ടുള്ളതും എല്ലാം കണക്കുകൂട്ടി അവനിൽ ആരോപിച്ച് എന്റെ ബോധപരികൃതിയെ അവനിൽ ചേർത്ത് വെച്ച് വിജയാപജയങ്ങളെ എണ്ണുമ്പോൾ ബുദ്ധിവൃത്തിയും അതിലൂടെ ആ രൂപമോ ഭാവമോ ഉള്ള എല്ലാത്തിനോടും എനിക്കുണ്ടാകുന്ന അടുപ്പവും അകൽച്ചയും വെച്ച് ഞാനും രൂപാന്തരപ്പെടുമ്പോൾ ഈ രൂപാന്തരപ്പെടൽ ഉണ്ടാക്കിത്തരുന്ന എല്ലാ കൂട്ടുകെട്ടുകളും ഏർപ്പാടുകളും അജ്ഞാനത്തിന്റെ ഇതിഹാസങ്ങളെ മാത്രം തരുന്നുവെന്നും ഞാൻ എൻ്റെ ഏകാന്തതയിൽ ഇതം വൃത്തിയിൽ നിന്ന് അഹംവൃത്തിയിലേക്ക് പരിണമിക്കുന്ന ഈ പരിണാമ ഭേദങ്ങളെ കൂടിയാലും കൂടിയില്ലെങ്കിലും ഉണ്ടാക്കുവാൻ തയ്യാറാകുന്നില്ലെങ്കിൽ എൻ്റെ വികാസവുമാണെന്ന്. മതങ്ങൾ മനുഷ്യനെ നന്നാക്കേണ്ടതില്ല, കൂട്ടായ്മകൾ നന്മയിലേക്ക് നയിക്കണമെന്നില്ല, നയിച്ചു കൂടായികയുമില്ല. മനസ്സിലായില്ല? നിങ്ങൾ ഒന്നിച്ചിരിക്കുമ്പോൾ വീണ്ടും വീണ്ടും അവനും അവളും അതുമായി നീയുമൊക്കെ ഉണ്ടാകുന്ന വൃത്തിവിശേഷങ്ങളെയാണ് ഇത് പഠിച്ചുകൊണ്ട് തന്നെ വർദ്ധിപ്പിക്കുന്നതെങ്കിൽ
ഈ പഠിക്കാൻ വന്നതുകൊണ്ടാണ് നിങ്ങൾ ബന്ധനത്തിലായത്. മനസ്സിലായില്ല? അങ്ങനെയാ അവനല്ലേ. ഞാൻ വിചാരിച്ചു നല്ലവനാണെന്ന്. അങ്ങനെയൊന്നുമല്ല. നിനക്കറിയില്ല കേട്ടോ, ഈ കൂട്ടായ്മയെന്ന് കിട്ടിയതാണ്. പൂർവാനുമതികളുടെ 1000 ഇതം വൃത്തികൾ വിഷയവിശിഷ്ടമായ ഈ ലോകത്ത് ഇങ്ങനെ പൊന്തി വരുമ്പോൾ, അഹം ഇഹയാ പൊന്തി വരുമ്പോൾ, അവ തൊട്ടെണ്ണി പൊരുളൊടുങ്ങിയാൽ ദൃക്ക് നിശ്ചലമാവും. നിന്നിടും ദൃക്ക്. അവിടെ ഞാൻ അസ്പന്ദമാകണം. ആ നിന്നിടും ദൃക്ക് പോലെ എന്റെ ഉള്ളം, എന്റെ ഹൃദയം നിന്നിൽ അസ്പന്ദമാകണം. ഇതൊരു പ്രാർത്ഥനയാണ്. ഇനി അവിടെ സ്പന്ദിക്കരുത്, അവിടെ ആന്തോളനങ്ങൾ ഉണ്ടാവരുത്, വിഷയാകാരമായി ഇത് പ്രതിപ്രവർത്തിക്കരുത്. സകല വിഷയങ്ങളും കെട്ടടങ്ങി ഏകവും അദ്വയവുമായ ബോധമായി അസ്പന്ദമാകുന്ന നില നിന്നിൽ അസ്പന്ദമാകണം. നാരായണ ഗുരുവിൽ നിന്ന് ഉൾക്കൊണ്ടതുകൊണ്ടാകാം കുമാരനാശാൻ പാടുന്നത്. വിളയാടിയ കുട്ടി തള്ളയെ തളരുമ്പോൾ തിരയുന്നു ദൈവമേ. വിളയാടിയ കുട്ടി തള്ളയെ തളരുമ്പോൾ തിരയുന്നു ദൈവമേ. പല വൃത്തികളാൽ വലഞ്ഞു നിലനോക്കുന്നിതു രാവിൽ ഞാനുമേ. ഇതിന്റെ ഒരു ആന്തോളനം കാണാം അല്ലെ. പല വൃത്തികളാൽ വലഞ്ഞു നിലനോക്കുന്നിതു രാവിൽ ഞാനുമേ. ആഗ്രഹണത്തിന്റെ കേന്ദ്രങ്ങളിലിരുന്ന് ഞാൻ നിന്റെ നില നോക്കുന്നു. പല വൃത്തികളാൽ വലഞ്ഞ്. എന്തെന്ത് വൃത്തികളായി ഇങ്ങനെ വരുന്നത്. ഈ ലോകത്ത് എന്തെല്ലാം ഉണ്ടോ അതൊക്കെ എന്റെ ബോധത്തിലുണ്ട്. അത് ഓരോന്നോരോന്നായി എണ്ണി ഓരോന്നൊടുങ്ങിക്കഴിഞ്ഞാൽ എന്റെ ദൃക്ക് നിന്നിൽ അസ്പന്ദമായി കഴിഞ്ഞാൽ മാത്രം അറിയുന്ന അറിവ്. വീണ്ടും നോക്കാം. 3. അന്നവസ്ത്രാദിമുട്ടാതെ തന്നു രക്ഷിച്ചു ഞങ്ങളെ ധന്യരാക്കുന്ന നീയൊന്നു തന്നെ ഞങ്ങൾക്കു തമ്പുരാൻ. അന്നവസ്ത്രാദിമുട്ടാതെ തന്നു രക്ഷിച്ചു ഞങ്ങളെ ധന്യരാക്കുന്ന നീയൊന്നു തന്നെ ഞങ്ങൾക്കു തമ്പുരാൻ. അന്നം, വസ്ത്രം ഇവ മനുഷ്യന്റെ ഏറ്റവും പ്രാഥമികമായ ആവശ്യങ്ങളാണ്. ക്രിസ്തീയ വിശ്വാസത്തിൽ ഈ പ്രാർത്ഥന കാണാം. അന്നു ഞങ്ങൾ വിശന്നു വരുമ്പോൾ അപ്പം നൽകണമേ. ആമേ. പ്രാർത്ഥിച്ചിട്ടുണ്ടോ? ഇല്ല. എന്നൊരല്പം വ്യത്യാസമുണ്ട്. അവിടെ അപ്പം തരേണമേ എന്ന് പ്രാർത്ഥിക്കുക. പ്രാർത്ഥിക്കാതെ അപ്പം തരുന്നവനെ സ്തുതിക്കുക. ഇവിടെ ഇതാ രണ്ടും തമ്മിലുള്ള അന്തരം. നാരായണ ഗുരുവും പാശ്ചാത്യനും തമ്മിൽ ഇത്രയും ദൂരമുണ്ട്. കാരണം നീ അർഹതയറിഞ്ഞ അപ്പം തരും. അത് നിന്നോട് ചോദിക്കണ്ട. ചോദിച്ചവനും കൊടുക്കും, ചോദിക്കാത്തവനും കൊടുക്കും. ചോദിക്കുന്നവനെയും ചോദിക്കാത്തവനെയും നീ കൊടുക്കുന്നത് അവന്റെ പൂർവ്വവാസനയ്ക്കനുസരിച്ചാണ്. ഒരുവൻ ചോദിച്ചതുകൊണ്ട് കൂടുതലും ചോദിക്കാത്തത് കൊണ്ട് കുറവും കൊടുക്കുകയില്ല. ചോദിക്കാത്തവൻ കൂടുതൽ പണിയെടുത്തിട്ടുണ്ടെങ്കിൽ അവൻ കൂടുതൽ കൊടുക്കും. പണി കണക്കാക്കുന്നത് തിരുമുമ്പിൽ വേല നോക്കിയുമല്ല, അവൻ എത്രയെത്ര ജന്മജന്മാന്തരങ്ങളുടെ പണിയെടുത്തു നോക്കിയാ. എന്റെ റെക്കോർഡ് മുഴുവൻ അവിടുന്ന് നോക്കും. നമ്മുടെ റെക്കോർഡിൽ കുറച്ച് കാര്യമുള്ളൂ, നമ്മുടെ മുമ്പിൽ കാണിക്കുന്ന പണിയുള്ളൂ. ഒരു പണിയെടുക്കാത്ത അവന് പ്രൊമോഷനൊക്കെ കൊടുക്കുന്നു. പണിയെടുത്തോണ്ടിരിക്കുന്ന എനിക്കൊന്നും തരുന്നില്ല. നമ്മൾ ഇപ്പോഴത്തെ പണിയെ കണക്ക് കൂട്ടിയിട്ടുള്ളൂ. പൂർവ്വകാല പ്രാബല്യത്തോടെയാ കാരണവർ വിധിക്കുന്നത്. മനസ്സിലായില്ല? അത് കാണാൻ എല്ലാ കണ്ണിനും കഴിയില്ല. അത് കാണുന്ന കണ്ണിനെ സമറ്റിക് ചിന്തയിൽ നിന്ന് പുറത്തു വരാൻ പറ്റൂ. സമഗ്രമായ കാഴ്ചയുള്ള നാരായണ ഗുരു കൊണ്ട് അന്നവസ്ത്രങ്ങൾ ചോദിക്കുന്ന പ്രാർത്ഥനയല്ല വന്നത്. അന്നവസ്ത്രാദികൾ മുട്ടാതെ വരണേ ചോദിക്കില്ല. കാരണം അന്നം ബ്രഹ്മേതി വജാന. അന്നം അറിവ് തന്നെയാണ്. അന്നം കൊണ്ടുണ്ടായി അന്നം കൊണ്ട് നിലനിന്ന് അന്നത്തിൽ ലയിക്കുന്നത് കൊണ്ട് അന്നം അത്താവ് കൂടിയാണ്. അന്നം ജീവജാലങ്ങൾക്ക് ആഹാരവും ജീവജാലങ്ങളെ ആഹരിക്കുന്നവനുമാകുന്നു. തൈത്തരീയം. മനസ്സിലായില്ല? അന്നം കൊണ്ടുള്ള ഈ ശരീരം വേറൊരു അന്നം കൊണ്ടുള്ള ശരീരത്തെ കഴിക്കുമ്പോൾ ഈ അന്നം ആ അന്നത്തെ കഴിക്കുന്നു, ആത്മാവ് കഴിക്കുന്നില്ല. കഴിക്കുന്നതും കഴിക്കപ്പെടുന്നതും അന്നം തന്നെ. അന്നപ്രശംസ ഭാരതീയ ചിന്തയിൽ വളരെ വിപുലമാണ്. തൈത്തരീയം പ്രത്യേകിച്ചും. അഹമന്നം ഗംഭീരമാണ്. തൈത്തരീയൊക്കെ പഠിച്ചല്ലേ? അന്വേഷണമാകുമ്പോൾ ഈ ഉപനിഷത്തൊക്കെ നന്നായിട്ട് പഠിച്ചതാണ്. കൂടെ മറന്നും പോയി കാണല്ലേ? നിത്യവും സാധന ചെയ്യണം. അതിൽ തന്നെ പറയുന്നുണ്ട് സ്വാധ്യായന്മ പ്രമദ. സ്വാധ്യായം ചെയ്തില്ലേ പോവും. സ്വാധ്യായ പ്രവചനാഭ്യം പ്രമദിതവ്യം. ബാക്കിയൊക്കെ നിർത്തിയാലും ഇത് രണ്ടും നിർത്തരുത്. ബാക്കിയൊന്നും അത്യാവശ്യമുള്ളതാണല്ല. അപ്പൊ അവിടെ അന്നവസ്ത്രാദി മുട്ടാതെ അചഞ്ചലമായ വിശ്വാസമാണ് ഈശ്വര വിശ്വാസം. എന്റെ അന്നം മുട്ടൂല. മനുഷ്യനേക്കാൾ അത് പറവകൾക്കുണ്ടെന്നാണ് യേശുക്രിസ്തു പറഞ്ഞിരിക്കുന്നത്. അതാ പാശ്ചാത്യനും പറവകളും തമ്മിലുള്ള വ്യത്യാസം. യേശുക്രിസ്തു പടിഞ്ഞാറൻ നാട്ടിൽ ചെല്ലുമ്പോ അങ്ങനെ ഞങ്ങളൊക്കെ പറയാ, പാലക്കാട് കക്ഷി ജനിച്ചതെന്നാണ് ഞങ്ങളുടെയൊക്കെ പക്ഷം.
തക്ഷശിലയില പഠിച്ചതെന്നാണ് ഞങ്ങളൊക്കെ വിശ്വസിക്കുന്നത്. നെഹ്റു അങ്ങനെ എഴുതിയിട്ടുമുണ്ട്. തക്ഷശിലയുടെ റൂയിൻസിൽ അദ്ദേഹത്തിന്റെ ചിത്രമുണ്ട്, ഈസഫ് നസറേനിയസ് എന്നുണ്ട്, നസറത്തിലെ യേശു. അവിടെ റാങ്ക് കിട്ടുന്നവരുടെ ചിത്രമൊക്കെ വരച്ചു നോക്കും, അതിലൊരെണ്ണം ഇങ്ങനെയുള്ള ചിത്രമുണ്ടെന്നാണ് നെഹ്റു പറയുന്നത്. വയളസ്ബക്ക് ഭംഗിയായി എഴുതിയിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ ഉണ്ടാക്കി പറഞ്ഞാന്ന് ധരിക്കണ്ട, അതുകൊണ്ട് പറഞ്ഞാ ഇതിനൊക്കെ കൂട്ടുപിടിക്കാൻ ആളില്ലെങ്കിൽ നിങ്ങൾക്ക് വിശ്വാസം വരില്ലല്ലോ. ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ എന്താ പ്രമാണം? വയളസ്ബക്ക് പറഞ്ഞു എന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് കുറച്ചൊരു ഉറപ്പ് കിട്ടുമല്ലോ അല്ലേ? അപ്പൊ അതുകൊണ്ട് ആ ക്രിസ്തു അവിടെ ചെല്ലുമ്പോ കണ്ട കാഴ്ച ഭയാനകമായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം അവരോട് പറഞ്ഞു, ആകാശത്തിലെ പറവകളെ നോക്കുവിൻ, അവർ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരകളിൽ സൂക്ഷിച്ചു വെക്കുന്നുമില്ല, എന്തൊരാനന്ദമായി അവർ ജീവിക്കുന്നു. നിങ്ങൾ 24 മണിക്കൂറും ഭഗവാന്റെ മാഹാത്മ്യം പറയുകയും പോയിരിക്കുമ്പോൾ നല്ല പാലടപ്രഥമൻ 300 ഷുഗറും വല്ല രക്ഷയില്ല. മനസ്സില്ലാ മനസ്സോടെ അയലോക്കംകാരന് കൊടുത്ത് തിന്നോ, നമുക്കോ വിധിച്ചിട്ടില്ല. ആ ചിരി കണ്ടിട്ട് നല്ല ഷുഗർ ഉണ്ടെന്നാകും ഇല്ലല്ലേ? ആർക്കോ ഉള്ളത് കണ്ടിട്ടുണ്ടെന്നോ? അയലോക്കംകാരുടെ ആദ്യ പായസം കുടിച്ചിട്ടുണ്ട്. ആലോചിച്ച് നോക്കി, വിധി എന്ന് പറയുന്ന സാധനം വേണ്ടേ? ഈ ഭൂമിയിലുള്ളതൊക്കെ ഉണ്ടായാലും ഇത് കഴിക്കാൻ പറ്റണ്ടേ? അപ്പൊ അതുകൊണ്ട് അന്നവസ്ത്രാദി മുട്ടാതെ, അന്നം വസ്ത്രം ഇതൊക്കെ മുട്ടാതെ കിട്ടണം, മുടക്കം വരരുത്. അതന്ന് രക്ഷിച്ചു പോരുന്ന നീ, ഞാൻ ചോദിച്ചിട്ടല്ല, ചോദിക്കാതെ തന്നെ എനിക്ക് തരുന്നവനാ നീ. ആ നീ ഒന്ന് തന്നെ ഞങ്ങൾക്ക് തമ്പുരാൻ. അവിടെ സ്തുതിയാണ്, മറ്റൊരു യാചനയാണ്. എല്ലാം അറിയുന്ന അവിടുത്തോടെ എന്ത് യാചിക്കാൻ? മറ്റൊരു പ്രാർത്ഥനയിലൊക്കെ യാചനയുണ്ടല്ലേ? ശങ്കരധ്യാന പ്രകാരം ഗ്രഹിക്ക നീ തിങ്കൽക്കലാഞ്ചിതം കോടീരബന്ധനം പറഞ്ഞ് പുത്ര പുത്ര മിത്രാദികൾ ഉണ്ടായി വരേണമെന്നീശ്വര, ബന്ധമോക്ഷം വരുത്തേണമെന്നീശ്വര, അല്ലേ? ബന്ധുക്കൾ ഉണ്ടായി വരേണമെന്നീശ്വര, ഭയങ്കരമാണ്. ബന്ധുക്കൾ ഉണ്ടായി വരേണമെന്നീശ്വര, ബന്ധമോക്ഷം വരുത്തേണമെന്നീശ്വര. രണ്ടും കൂടെ വേണം, ഒന്നുപോരെ. സന്തതി സൗഖ്യം ലഭിക്കണമെന്നീശ്വര, സന്താപമൊന്നും നടക്കുവോ? സന്തതി ഉണ്ടായോ? സന്തതി എന്ന് പറഞ്ഞാൽ സന്താപമാണ്. സന്തത സന്താപത്തിനാ സന്തതി എന്ന് പറയുന്നത്. വെറും സന്താപമല്ല, സന്തത സന്താപം. കാരണം അതിന്റെ കാലോ വളരുന്നു, കയ്യോ വളരുന്നു. ഇത് താഴെ വീണാ കാലടിയോ, ഇതിന് നടക്കുവോ ദൈവമേ, ഇതിന് വർത്തമാനമൊക്കെ പറയാൻ പറ്റുമോ? ഇത് ഭാവിയിൽ എന്തായി തീരും എൻ്റെ ഈശ്വര? ഇതിന് MBBS വിടണോ, അതിന് വിടണോ, ഇതിന് വിടണോ? സന്തതി ഉണ്ടോ? പോയി. അതുകൊണ്ടാണ് ഇത് ചോദിച്ചത്, പുത്രനെ കൊണ്ട് നമുക്കെന്ത് കാര്യം? കിം പ്രജയാ കരിഷ്യ, ഈ പ്രജയെ കൊണ്ടൊക്കെ എന്ത് കാര്യം? ചോദ്യം മനസ്സിലായില്ല? ഇതൊക്കെ ഉണ്ടായിട്ടെന്ത്? കുഞ്ഞതമ്പിയാർ കുറെ കൂടെ ഭംഗിയായിട്ട് വേറൊരു പ്രതി പറഞ്ഞു, എല്ലാ മക്കള് ഇതെല്ലാവർക്കും സമ്മതമല്ലോ. നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അച്ഛനുണ്ടോ, അമ്മയുണ്ടോ, മക്കളുണ്ടോ, മരുമക്കളുണ്ടോ? ഇല്ല. അപ്പൊ ഞാൻ അതിനായി ഉണ്ടാക്കിയതെന്ന് പറഞ്ഞാല് വെറുതെ വെറുതെ വെറുതെ. താങ്കൾ ശാസ്ത്രം നല്ലവരെ പഠിക്കാത്തവരെ കാണുമെങ്കിൽ രസന്മാരൊരു ചോദ്യം ചോദിക്കും, എന്നാലും മോക്ഷത്തിന് കാരണം ഇങ്ങനെയൊക്കെ മതിയോ? അപ്പൊ ഈ ശാസ്ത്രമൊക്കെ അറിയാവുന്നവർ ഉദ്ധരിച്ചു തുടങ്ങുമ്പോഴത്തേക്ക് പതുക്കെ പൊള്ളാൻ തുടങ്ങും അല്ലേ? കാരണം ഈ പ്രജ ഉണ്ടായിട്ടും വലിയ കാര്യമൊന്നുമില്ല, ഉണ്ടായില്ലെന്ന് വെച്ചും വലിയ കാര്യമില്ല. മനസ്സിലായില്ല? രണ്ടാമത് ആദ്യത്തെ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊക്കെ അറിയാതെ ഇതൊന്നും ഉണ്ടായിട്ട് കാര്യമില്ല, അറിഞ്ഞാലോ ഉണ്ടായിട്ട് കാര്യമില്ല. മനസ്സിലായില്ല? അവിടെ ഇതിന്റെ പ്രസക്തി. അപ്പൊ വിളയാടിയ കുട്ടി തള്ളയെ തെരയുന്നത് പോലെ എന്റെ വൃത്തികളെല്ലാം അടങ്ങി നിന്നിൽ അസ്പന്ദമാകുമ്പോഴാണ് ഞാൻ അറിയുന്നത് ഞാൻ ഒന്നും അനങ്ങാതെയായി പ്രപഞ്ചത്തിലെ ആഹാരമൊക്കെ എനിക്ക് കിട്ടുന്നത്. വെറുതെ ഇരുന്നാൽ മതി. അന്നവസ്ത്രാദി മുട്ടാതെ തന്ന് രക്ഷിച്ചു ഞങ്ങളെ ധന്യരാക്കുന്ന നീ ഒന്നു തന്നെ ഞങ്ങൾക്ക് തമ്പുരാൻ. അവിടെ അന്നത്തെ പ്രശംസിക്കുന്നു, അന്നത്തെ തരുന്ന അന്നദാതാവിനെയും പ്രശംസിക്കും. ആ തലത്തിലുള്ള അങ്ങനെയുള്ള നീ, ആ നീ ആരാണ്? അതിന് അനിർവചനീയ ഖ്യാതിയിലൂടെ പരിചയപ്പെടുത്തുക. അടുത്ത ശ്ലോകത്തിൽ നോക്കാം. ആഴിയും തിരയും കാറ്റും ആഴവും പോലെ ഞങ്ങളും മായയും നിൻമഹിമയും നീയും എന്നുള്ളിലാകണം. ആഴിയും തിരയും കാറ്റും ആഴവും പോലെ ഞങ്ങളും മായയും നിൻമഹിമയും നീയും എന്നുള്ളിലാകണം. വേദാന്തം പരീക്ഷണശാലയിലെ ആധുനിക ശാസ്ത്രജ്ഞർ പരീക്ഷണം നിർവഹിക്കുന്നത് പോലെയാണ് ഉപമകളെ ഉപയോഗിക്കുന്നത്. ഉപമാനം, പ്രമാണം പഠിക്കുമ്പോൾ അതിൽ പ്രത്യക്ഷം, അനുമാനം, ആഗമം മുതലായവയൊക്കെ പ്രമാണങ്ങളാണ്.
ഉപമാനം എന്നൊരു പ്രമാണവുമുണ്ട്. വേദാന്തം പലയിടത്തും ഇത് സമർത്ഥിക്കാൻ ഉപയോഗിക്കുന്ന ഉപമകളാണ്. ദൃഷ്ടാന്ത കുശലന്മാരായ ആചാര്യന്മാർ ദൃഷ്ടാന്തം കൊണ്ടാണ് പഠിപ്പിക്കുന്നത്. ദൃഷ്ടാന്തം ഒരനിർവചനീയതയെ നമുക്ക് തരും, നിർവചനത്തെ അല്ല തരിക. അനിർവചനീയത എന്ന് പറഞ്ഞാൽ സാധാരണ ഊർജ്ജതന്ത്രത്തിലും രസതന്ത്രത്തിലൊക്കെ ഒരു സാധനം നിർവചിക്കുന്ന പോലെ എന്നർത്ഥം എടുത്താൽ പോരാ, അനിശ്ചിതം എന്നർത്ഥം എടുക്കണം അനിർവചനീയത. ശങ്കരാദ്യന്മാർ ഉപയോഗിച്ചിട്ടുള്ള ആയിരം ഉദാഹരണങ്ങളുണ്ട്. രജ്ജു സർപ്പം ഗംഭീരമായ ഉപമകളിലൊന്നാണ്. പിന്നെ വെള്ളിയും ശുക്തിയും, ശുക്തി രജതം, സ്ഥാണുവും പുരുഷനും, ഇതൊക്കെ വേദാന്തത്തിലെ പ്രകൃഷ്ട ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ്. വേറെയുണ്ട്. ആകാശം, നീലാകാശം, മരീചിക, ഇതൊക്കെ അവർ ഉപയോഗിച്ചിട്ടുണ്ട്. ശങ്കരൻ ഉപയോഗിക്കുന്ന ഒരു ഉദാഹരണത്തിന്റെ പോരായ്മ നികത്താൻ ഉപയോഗിച്ച് 3 ഉദാഹരണങ്ങൾ ചേർത്തുപയോഗിക്കുന്നതാണ് രജ്ജു സർപ്പവും രജതശുക്തിയും മരീചികയും. അതിലേതെങ്കിലും ഒന്ന് മാത്രം എടുത്താൽ അനുവചനീയ ഖ്യാതി വേദാന്തത്തിൽ അത് മനസ്സിലാവാതെ പോകും. പലപ്പോഴും നമ്മൾ ഒരെണ്ണേ എടുത്ത് പഠിക്കുകയുള്ളൂ, 3 കൂടെ ചേർത്ത് പഠിക്കണം. ഒന്നിന്റെ പോരായ്മ രണ്ടാമത്തതിന്റെ പോരായ്മ മൂന്നാമത്തതും നികത്തി 3 പരസ്പര പൂരകമാകുമ്പോൾ അനിർവചനീയ ഖ്യാതി മനസ്സിലാവും. അപ്പൊ ചിന്തയില് ഈ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള പഠനങ്ങൾ ആദ്യകാലം മുതലുണ്ട്. എന്നാണ് ഈ പ്രപഞ്ചം ഉണ്ടായതെന്നും ഇതിന്റെ പൊരുളെന്താണെന്നും ഒക്കെ മനുഷ്യൻ ആദ്യകാലം മുതൽ പഠിച്ചിട്ടുണ്ട്. ആ പഠനത്തിന് ഉപയോഗിക്കുന്ന ചില മാനദണ്ഡങ്ങളുണ്ട്. അതിൽ വേദാന്തം ഉപയോഗിക്കുന്ന മാനദണ്ഡമാണ് അനിർവചനീയ ഖ്യാതി. ഏതാണ്ട് ഇന്ന് ശാസ്ത്രലോകവും അതിന്റെ വക്കിലോളം എത്തിയിട്ടുണ്ട്. 1ലും 2ലും ഒക്കെ നിങ്ങൾ പഠിപ്പിച്ചതൊക്കെ 10ലോ 11ലോ എത്തുമ്പോൾ അവൻ നിഷേധിക്കുന്നു. 1ലും 2ലും 10ലും 11ലും പഠിച്ചതൊക്കെ അവൻ അടുത്ത പഠനത്തിലെത്തുമ്പോൾ പൂർണ്ണമായും നിഷേധിക്കുന്നു. നിഷേധം കൊണ്ട് സത്യത്തിലെത്തുകയും ചെയ്യുന്നു. ഇങ്ങനെയുള്ളൊരു നിഷ്പ്രപഞ്ച പരിഗണനയുടെയും സപ്രപഞ്ച പരിഗണനയുടെയും സമീചീനമായ അംശം ചാന്തോക്യവും ബൃഹദാരണ്യകവും എടുത്തു വെച്ച് പഠിച്ചാൽ ഇത് രണ്ടും കിട്ടും. ചാന്തോക്യത്തിൽ സപ്രപഞ്ച പരിഗണനയിലൂടെ അരുണൻ ഉദ്ദാലകൻ തന്റെ പുത്രനായ ശ്വേതകേതുവിനെ കൊണ്ടുപോകുന്നുണ്ട്. ബൃഹദാരണ്യകത്തിൽ ഗാർഗിയും യാജ്ഞവൽക്യനും തമ്മിലുള്ള സംഭാഷണത്തിലൂടെ യാജ്ഞവൽക്യൻ നമ്മയെല്ലാം നിഷ്പ്രപഞ്ച പരിഗണനയുടെ ഉദാത്ത മേഖലകളിലൂടെ കൂട്ടിക്കൊണ്ടുപോകുന്നുണ്ട്. നാരായണ ഗുരു ഇവിടെ ഉപയോഗിക്കുന്ന ഉപമ വേദാന്തത്തിൽ തന്നെ ഉപയോഗിക്കുന്ന മറ്റൊരെണ്ണമാണ്. രജ്ജു സർപ്പമല്ല, ശുക്തിയും രജതവുമല്ല, ആഴിയും തിരയുമാണ്. വേദാന്തം തന്നെ ഉപയോഗിക്കുന്ന വിശിഷ്ടാദ്വൈതത്തോട് വളരെ അടുത്തു നിൽക്കുന്നതും അദ്വൈത ഭാവന പൂർണ്ണമായതുമായൊരു ഉപമ പൂർവാചാര്യന്മാർ ഉപയോഗിച്ചത് തന്നെ ആഴിയും തിരയും. നാരായണ ഗുരു അവതരിപ്പിക്കുമ്പോൾ ചതുഷ്പാദ തന്ത്രത്തിലാണെന്ന് മാത്രം. ആഴിയും തിരയും കൊണ്ട് നിർത്തിയില്ല. ആഴിയും തിരയും കാറ്റും ആഴവും. രജ്ജുവിലെ സർപ്പഭ്രാന്തി, രജ്ജുവിൽ അല്പം പോലും സർപ്പമില്ല എന്ന് ഒട്ടൊക്കെ പറയാം. ഭ്രാന്തിക്ക് അല്പം പോലും ഇല്ലെങ്കിൽ അത് വരില്ലല്ലോ, ആകൃതിയെങ്കിലും ഉണ്ട്. അതുകൊണ്ട് അതിന്റെ പോരായ്മ നികത്താനാണിതെന്ന് പറഞ്ഞുകൂടാ. ആഴിയും തിരയും എടുക്കുമ്പോൾ തിര ആഴി തന്നെയാണ്, അഭിന്നതയുണ്ട്. അതുകൊണ്ട് ഉദാഹരണം കുറെ കൂടി എളുപ്പമാണ്. ഒരു ഉദാഹരണം കൊണ്ട് സാധിക്കും. ഇത് കേട്ടതുകൊണ്ട് വേദാന്ത ദർശനത്തിന്റെ ശരിയായ വർണ്ണനയിൽ വെച്ച് ഈ പ്രപഞ്ചോൽപത്തിയെ അന്വേഷിച്ചു പോകുമ്പോൾ ശങ്കരൻ ഉപയോഗിച്ച ഉപമയോടല്ല ഇത് ഉപമിക്കുന്നതെന്ന് പ്രത്യേകം ഓർക്കണം. ഇത് ദൈവത്തോടാണ്, പ്രപഞ്ച സൃഷ്ടിയോട് ബന്ധപ്പെട്ടാണെങ്കിൽ ആ ഉപമയ്ക്ക് സമാനമായി വേറൊന്നില്ല, മറന്നു പോകണ്ട. അവിടെ ആഴിയും തിരയുമെന്ന ഉപമ ഉപയോഗിച്ചാൽ പ്രയോജനമാവില്ല. മറ്റൊരു പ്രകരണത്തിൽ നാരായണ ഗുരു മറ്റൊരു അർത്ഥത്തിൽ ചോദിക്കുന്നുമുണ്ട്. നലമിയലും മലർമാല നാഗമാമോ. പ്രാപഞ്ചികന്മാരെ നോക്കി തന്നെ അദ്ദേഹം അതും പറഞ്ഞത്. ശിഷ്യന്മാർ വിരാഗികളായിരുന്നിടത്ത് പഠിപ്പിച്ച ശങ്കരനും ശിഷ്യന്മാർ വിവേകം വരാത്തവരായിരുന്ന കാലത്ത് നാരായണ ഗുരു പറയുന്നതും തമ്മിൽ അന്തരമുണ്ടാവും, മനസ്സിലായിരിക്കാം. അവിടെ ശിഷ്യന്മാരുടെ കഴിവളക്കാൻ ഉപമകൾ പര്യാപ്തമാകുമെന്നല്ലാതെ ആശയത്തിന് മാറ്റം ഉണ്ടാവില്ല. ഞാൻ പറഞ്ഞത് മനസ്സിലായോ എന്നറിയില്ല. ശങ്കരൻ ഉപയോഗിച്ചത് കയറും പാമ്പുമാണ്. ഉപമ കേട്ട് കയറുള്ളപ്പോൾ പാമ്പില്ലെന്നും പാമ്പുള്ളപ്പോൾ കയറില്ലെന്നും പ്രത്യേകം ഓർക്കണം. രണ്ടും ഒരുമിച്ച് കാണാൻ കണ്ടു കഴിഞ്ഞവനേ പറ്റുള്ളൂ. മനസ്സിലായില്ല. കയറ് കാണുന്നിടത്തോളം കാലം പാമ്പില്ല, അവന് ഭയവുമില്ല. പാമ്പ് കാണുന്നവന് കയറുമില്ല, ഭയം അവന് കൂടപ്പുറപ്പാണ്. പാമ്പിനെ അജ്ഞാനത്തിലും കയറിനെ ജ്ഞാനത്തിലുമാണ് കാണുന്നത്. മനസ്സിലായില്ല. ജ്ഞാനവും അജ്ഞാനവും ഒന്നിച്ചിരിക്കില്ല. അതുകൊണ്ട് ഈ പഠിപ്പിക്കുന്ന ആളുകൾ എന്നിട്ട് പറയും കയറിൽ പാമ്പിനെ കണ്ടു. അങ്ങനെ ഒരു കാഴ്ച ഉണ്ടാവില്ല ആർക്കും. കയറിൽ ആരും പാമ്പിനെ കാണാറില്ല. ഇത് ഈ കാണാതെ പഠിച്ചാൽ വരുന്നൊരു വൈകല്യമാണ്. നമ്മുടെ ഈ വേദാന്ത ദർശനത്തിന്റെ ഇതെല്ലാം സ്കൂളിൽ പോയി കാണാതെ പഠിക്കുമ്പോൾ ജനങ്ങളോടൊന്ന് പറയുമ്പോൾ പറയും
കയറിൽ പാമ്പിനെ കണ്ട പോലെ. കയറിൽ എങ്ങനെ പാമ്പിനെ കാണുന്ന? കയറിൽ പാമ്പിനെ കാണുന്നില്ല, പാമ്പ് അല്ല കയറ്. മനസ്സിലായില്ലേ? എന്നിതൊക്കെ കേട്ടേക്ക് പോയി ചില ആളുകളെ പഠിപ്പിക്കാൻ നേരത്ത് നമ്മൾ ഈ കയറിൽ പാമ്പിനെ കാണുന്ന പോലെ. മനസ്സിലായില്ലേ?